പണിക്കർ ഷാബു പ്രസാദ് ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നത് പോലും കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറും. അത് ഒരു പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മാറ്റമാണ്. അതേതെങ്കിലും വിമർശനത്തിന്റെ ഭാഗമല്ല, അതേതെങ്കിലും ഒരു തോൽവിയുടെ അടിസ്ഥാനത്തിലല്ല, അത്തരം പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലല്ല, വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലല്ല, മാറുമെന്ന് പറയുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കേന്ദ്ര നിരീക്ഷക കേരളത്തിലെത്തിയുള്ള വിലയിരുത്തലുകളിൽ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് 5 വർഷം ഇളവ് നൽകുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും കെ സുരേന്ദ്രനും വീണ്ടും തുടരാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളത്. എതിർപക്ഷത്തുള്ള ചേരി അതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് തീർന്നോ എന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ഷാബു പ്രസാദ് പോലും പറയുന്നത് മാറ്റം അനിവാര്യമാണ്, അതുണ്ടാകും എന്നുള്ളതാണ്. അതായത് പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുയായികളും ആഗ്രഹിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിൽ ഒരു മാറ്റമുണ്ടാകും എന്ന് തന്നെയാണോ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്? ശ്രീ അപർണ, ഇതിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പാർട്ടിയിൽ ഒരു മാറ്റം ഉണ്ടാകണം എങ്കിൽ നിലവിലുള്ള സംവിധാനം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാറ്റം ഉണ്ടാകണമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിമാൻഡ് പല ആൾക്കാരിൽ നിന്നുണ്ടാകുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റമാണ് എന്ന് പറയുന്നെങ്കിൽ, മറ്റു ചില ആൾക്കാർ പറയുന്നത് അത് ടേമിൻ്റെ പൂർത്തീകരണത്തോടു കൂടി എത്ര വിജയം ഒരാൾ കൈവരിച്ചാലും അയാൾ പിന്നീട് മാറും എന്ന രീതിയിലത്തേക്കാണ്. അപ്പോൾ അതിന് കൂട്ടായിട്ട് പറയുന്നത് BJPയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ BJPയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 5 വർഷം ടേം പൂർത്തിയാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും ഇളവ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരുപക്ഷെ അടുത്ത അവസരത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുമായിരിക്കും. അതോ അങ്ങനെ ഒരു തീരുമാനം മറ്റാർക്കെങ്കിലും അങ്ങനെ എടുക്കാനായിട്ട് സാധ്യമാണോ എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഇന്നിപ്പോൾ BJPയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള നിരീക്ഷക അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ആൾക്കാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലത്തേക്ക് ഒരു ഇളവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇളവ് പ്രയോജനപ്പെടുത്തി ശ്രീ കെ സുരേന്ദ്രന് അടുത്ത ഒരു ടേം കൂടി കിട്ടാനുള്ള ഒരു സാധ്യതയെ പറ്റിയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ 5 ഇയർ ക്ലോസ് എന്ന് പറയുന്നത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിലെപ്പോൾ മാറ്റം വരുത്താം, ആർക്കാണ് അതിനുള്ള ചുമതല, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി BJPയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും ശരിയായിട്ടല്ല നടക്കുന്നത് എങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. എല്ലായ്പ്പോഴും ഒരു അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്നൊക്കെ പറയുന്നത് നിലവിലുള്ള സംവിധാനം എന്തിനെയാണോ കാര്യക്ഷമമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ കാര്യക്ഷമത കുറയുന്നു എന്ന് തോന്നുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ കാര്യക്ഷമത കുറയുക എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓർഗാനിക്കലി ആ പാർട്ടി വളരണം. അപ്പോൾ ആ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും പ്രവർത്തിക്കേണ്ടത്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ മറ്റെല്ലാവരും ആ പാർട്ടിയെ വളർത്തുന്നതിനും ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് നമ്മുടെ നാട്ടിലെ നിയമസഭയിലേക്ക് ലോക്സഭയിലേക്കോ ഒക്കെ തന്നെ മെമ്പർമാരെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ അവരുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒബ്ജക്റ്റീവുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം തന്നെ ശ്രമിക്കേണ്ടത്. അങ്ങനെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് പരാജയം ഉൾക്കൊള്ളുന്ന സമയത്ത് അല്പം മുമ്പ് ശ്രീ ഷാബു പറഞ്ഞതുപോലെയുള്ള ഒരു ന്യായീകരണമാണ് പറയുന്നത് എങ്കിൽ ആ പാർട്ടി വളർച്ച ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അതായത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല പാലക്കാട്, കോൺഗ്രസ് ജയിച്ചിരുന്ന സീറ്റാണ് പാലക്കാട്, അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്ന് പറയുന്നത് BJPയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചടി എന്ന രീതിയിലല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറയുന്നത്. മറിച്ച് അവരുടെ എയർ ക്ലാസ് മണ്ഡലമാണ്, ഇത്തവണ എന്തായാലും അത് ജയിച്ചിരിക്കും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തിയിരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ വളർച്ചയ്ക്കൊന്നും തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളുടെ സീറ്റ് ആയിരുന്നില്ല, അപ്പോൾ സിറ്റിംഗ് സീറ്റ് അല്ലാത്തപ്പോൾ അവിടെ തോറ്റു കഴിഞ്ഞാൽ അതിൽ അസ്വാഭാവികമായിട്ട് മറ്റൊന്നുമില്ല എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത് എങ്കിൽ ആ പാർട്ടി അംബീഷ്യസ് അല്ല എന്നാണ് അതിനർത്ഥം. അതിൻ്റെ നേതൃത്വവും അംബീഷ്യസ് അല്ല എന്നാണ് അതിനർത്ഥം. അതല്ല എങ്കിൽ ഇത് ഞങ്ങളുടെ കനത്ത പരാജയമാണ്, അതിൽ നിന്ന് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു വരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. ഒരു മാറ്റം ഉണ്ടാവുക എന്നത് പിന്നീട് അതായത് തെറ്റ് തിരുത്തുകയാണ് എന്ന് പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരുത്തുകയാണ് എന്ന് സമ്മതിക്കാത്ത തരത്തിലുള്ള ഏത് മാറ്റവും ഉണ്ടാകാം. അത് സ്വാഭാവികമായ മാറ്റമാണ്, അതല്ലാതെ തെറ്റ് പറ്റിയത് കൊണ്ടല്ല എന്നുകൂടിയാണ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അങ്ങനെ അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലവിൽ വന്നിരിക്കുന്ന പരസ്യ പ്രതികരണങ്ങളിൽ ഒന്നും തന്നെ അങ്ങനെയുള്ള ഒരു തെറ്റുപറ്റി എന്ന രീതിയിലത്തേക്കല്ല. അവിടുത്തെ സ്ഥാനാർത്ഥി പോലും പറഞ്ഞു താനായിരുന്നില്ല അവിടെ ഐഡിയൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പോലും പറഞ്ഞത്. കാരണം പാർട്ടിയുടെ ബേസ് വോട്ട് കിട്ടി, പക്ഷേ പാർട്ടിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരാൾ, ശ്രീധരൻ സാറിനെ പോലെ ഒരാൾ വേണം എന്നാണ് അവിടുത്തെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത്. എന്ന് വെച്ചാൽ അദ്ദേഹം ആയിരുന്നില്ല അവിടെ സ്ഥാനാർത്ഥിയാകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം സ്വയം നോമിനേറ്റ് ചെയ്യുകയല്ല, മറ്റുള്ള ആൾക്കാരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ആ പരാജയത്തിൽ അദ്ദേഹത്തിന് മാത്രമല്ല ഉത്തരവാദിത്തം, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള
ആ കാൻഡിഡേച്ചർ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർ, കേന്ദ്ര നേതൃത്വം, എല്ലാ ആൾക്കാർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ആ രീതിയിലത്തേക്ക് അവർ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുന്ന ആളിൻ്റെ ടേം തീരും. അദ്ദേഹം നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയാലും ഇല്ല എങ്കിലും അത് തീരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറുക എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ മാറുന്ന സമയത്ത് ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇവരൊക്കെ തന്നെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് മാറിയത് എന്ന രീതിയിലത്തേക്ക് പറയാൻ ശ്രമിക്കും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം അങ്ങനെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം ഉണ്ടാവുകയാണ് എങ്കിലോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിലോ ഞങ്ങളും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഇവിടെ മറ്റെന്തോ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില വ്യക്തികളുണ്ട്, അതായത് നിലവിലുള്ള നേതൃത്വത്തിനോട് ചേർന്ന് നിന്നതുകൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും ഒരുപക്ഷെ ഗുണമുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളും ഉണ്ടാവാം. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാർക്കൊന്നും തന്നെ പരാജയമില്ല. അവർക്കാർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള അടിയും കിട്ടിയിട്ടില്ല. പാർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും ഉണ്ടായിട്ടില്ല. അടിസ്ഥാന വോട്ട് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ തൃപ്തരാണ്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ അംബീഷ്യസ് അല്ല എന്ന രീതിയിലത്തേക്ക് ഇങ്ങനെ ആശ്രിത വാത്സല്യം ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയുന്നതിനകത്തിലും എനിക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നിലവിൽ BJP-യിൽ എന്തൊക്കെ രീതിയിലത്തേക്കുള്ള മാറ്റങ്ങളാണ് അവർ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഒരു ജില്ലയെ തന്നെ പലതായിട്ടൊക്കെ തന്നെ വിഘടിപ്പിച്ച് അതിൽ തന്നെ പല നേതൃസ്ഥാനത്തേക്ക് ആളെ കൊണ്ടുവരുന്നു, പലതരത്തിലുള്ള കമ്മിറ്റികളെ കൊണ്ടുവരുന്നു. ഞാൻ പറയുന്നത്, ഇവിടെ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടികൾ പോലും ആ രീതിയിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടുന്ന കാര്യമില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വീപ്പിംഗ് വിക്ടറി കിട്ടിയിരിക്കുന്ന കോൺഗ്രസിനാണെങ്കിലും അല്ലെങ്കിൽ CPM-നാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലത്തേക്കല്ല അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും ബോട്ടം ലെവലിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റികൾ വരെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും അതിന് അധ്യക്ഷൻ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾ വരികയും അവരിതിനെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ആളാണ് എന്ന് തെളിയിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചില ജില്ലകളെ 3ആയിട്ട് വിഭജിക്കുന്നു, ചില ജില്ലകളെ 2ആയിട്ട് വിഭജിക്കുന്നു, അപൂർവം ചില ജില്ലകളെ 1ആയിട്ട് മാത്രം നിലനിർത്തുന്നു. അതിനുശേഷം നിലവിലുള്ള ആളിന് ഒരു പക്ഷേ ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല, മറ്റു പല കമ്മിറ്റികൾ ഉണ്ടാകുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആസൂത്രണമാണ്. ഈ ആസൂത്രണം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇപ്പോഴാണോ? അല്ല. 2021-ൽ സമാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസത്തിൽ അന്ന് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു പ്രഖ്യാപനം നമ്മൾ കേട്ടതാണ്. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയത്തും അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രനായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് 2024-ലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെയുള്ള നമ്മുടെ 140 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളുടെ എല്ലാം തന്നെ 2ആയിട്ട് കരുതിക്കൊണ്ട് 280 മണ്ഡലങ്ങൾ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലത്തേക്കൊന്നും ഉണ്ടായില്ല. വ്യക്തി കേന്ദ്രീകൃതമായിട്ട് പാർട്ടിക്ക് ചില വ്യക്തികൾ മൂലം ഉണ്ടാകുന്ന നേട്ടത്തിനപ്പുറത്തേക്ക് ഒരു സ്വീപ്പിംഗ് ആയിട്ടുള്ള ഒരു വിജയം അല്ലെങ്കിൽ ആ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം എന്നത് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഈ പറയത്തില്ല, ഈ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ ചില പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മാറ്റം എന്ന് പറയുന്നത് സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, BJP-യുടെ ഭരണഘടനയെ പറ്റി പറഞ്ഞു. BJP-യുടെ ഭരണഘടനയിൽ ഒരു വോട്ടിംഗ് പ്രോസസ്സിനെ പറ്റി പറയുന്നുണ്ട്. ആ വോട്ടിംഗ് പ്രോസസ്സിൽ തന്നെ ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് ആണ് സീക്രട്ടായിട്ടുള്ള ബാലറ്റ് വോട്ടിംഗ് വേണ്ടത് എന്നതിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ രീതിയിലത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണോ നടക്കാൻ പോകുന്നത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിൽ ഇപ്പം മണ്ഡലങ്ങളുടെ തലമുണ്ട്, ജില്ലാ തലമുണ്ട്, സ്റ്റേറ്റ് തലമുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ അങ്ങനെയാണോ വരുന്നത്? അതോ ഏതെങ്കിലും കമ്മിറ്റികളൊക്കെ തന്നെ രൂപീകരിച്ചതിന് ശേഷം അവർ ഒരു സമവായം വഴി ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്? എങ്കിൽ അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് നടക്കുക. അപ്പോൾ അതല്ലാതെ വളരെ കൃത്യമായിട്ട് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ പ്രോസസ് അത് നടന്നതിന് ശേഷമാണോ ആൾക്കാരെ എടുക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ വളരെ അതൊന്ന് ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ 140 മണ്ഡലം അത് 280 മാറ്റി. അതിനുശേഷം വലിയ മൂവ്മെന്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ അസംബ്ലിയിൽ 4% ഇത് താഴെ പോയി, 4%-അകം താഴെ പോയി. ഇപ്പോൾ ഈ 30 ജില്ല എന്നുള്ളൊരു മാറ്റം കൊണ്ടുവരുന്നതും ഈ തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു പരിഷ്കാരമാണ്. ഇതുകൊണ്ട് ചില ആൾക്കാർ, ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഗുണമുണ്ടാകും, അതല്ലാതെ പാർട്ടിക്ക് ഗുണമുണ്ടാവുകയില്ല എന്നാണ് പറയുന്നതെങ്കിലും ഇത് നടപ്പാവുകയാണല്ലോ. അപ്പോൾ ഒരു പക്ഷത്തിന്റെ മോട്ടീവ് നടപ്പാക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ മാറ്റമുണ്ടാകും? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മൾ ഈ ഒരു കേക്കിനെ നമ്മൾ എത്രയായിട്ട് വീതം വെക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ മുറിക്കുന്നു, ഒറ്റ കഷ്ണം നമ്മൾ 2 വെട്ട് വെട്ടിയിട്ട് 4 കഷ്ണമാക്കുന്നോ അതോ ഈ 4 കഷ്ണത്തിനെ വീണ്ടും 3ആയിട്ട് പകുക്കുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് പകുക്കാനായിട്ട് ഇത്ര കേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള രീതിയിലത്തേക്കുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ടോ? അവർക്കത് നടത്തിപ്പിക്കാനുള്ള ശേഷിയുണ്ടോ? ഇപ്പോൾ ഇവിടെ ഒന്നായിട്ട് ഇത് കണ്ടുകൊണ്ട് 14 ജില്ലകളായി നമ്മൾ അതിനെ കണ്ടതുകൊണ്ടോ ആ രീതിയിലത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിൽ ആ രീതിയിലത്തേക്കുള്ള ജില്ലാതല പ്രവർത്തനം ഏകോപിപ്പിച്ചതുകൊണ്ടോ ഉണ്ടായിരുന്ന എന്തെങ്കിലും പോരായ്മ കൊണ്ടാണോ ഇവിടെ BJP പരാജയപ്പെട്ടത്? അല്ല.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് പിന്നെ നിങ്ങളുടെ നാണയം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇരുട്ടത്താണ് എങ്കിൽ നിങ്ങൾ പകരം വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് പോയി തപ്പുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടിയാണിത്. അതായത് ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ നമുക്ക് തോന്നുക? ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജില്ലാ തലത്തിലുണ്ടായിരുന്ന ഒരു അടിസ്ഥാനം, ആ അടിസ്ഥാനമായിരുന്നു ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകുന്നതിന് വിഘാതമായി നിന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജില്ലകളെ, വലിയ മണ്ഡലങ്ങളെ ഒക്കെ തന്നെ നമ്മൾ വിഭജിച്ചുകൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കിക്കൊണ്ട് പുതിയ കമ്മിറ്റികളെ കൊണ്ടുവന്ന് ആ കമ്മിറ്റികൾ അവിടെ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ നമുക്കുള്ള ബാലാരിഷ്ടതകളൊക്കെ മാറി വരികയുള്ളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയാണ് ഇവിടെ. പക്ഷെ അങ്ങനെയാണോ പ്രശ്നം? അവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലാണ് തുടങ്ങുന്നത്. പലപ്പോഴും അസ്വീകാര്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യം പോലും 2021 തെരഞ്ഞെടുപ്പിൽ നടന്നത് എൻ്റെ ഓർമ്മയുണ്ട്. മാനന്തവാടിയിലോ മറ്റോ ആണ് ഒരു സ്ഥാനാർത്ഥിയെ ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ബി ജെ പിയുടെ കേന്ദ്ര വക്താവ്, അതിൻ്റെ ചുമതലയുള്ള ആൾ തന്നെ അവിടെ പത്രസമ്മേളനം നടത്തി ഈ സ്ഥാനാർത്ഥിയുടെ പേരടക്കം വായിക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ പിന്നെ ക്യാമറയുമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിയാകാമെന്ന്, ഞാൻ സ്ഥാനാർത്ഥിയല്ല എന്ന് പറഞ്ഞ് അവസാനം വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ സിൽബന്ധികളായിട്ടുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നുണ്ടോ? നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടോ? ആശ്രിത വാത്സല്യം കൊണ്ട് ആർക്കെങ്കിലും സീറ്റ് കൊടുക്കുന്നുണ്ടോ? അവരെയാണോ വേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവരവിടേക്ക് വരുന്നത്, ആ സ്ഥാനത്തേക്ക് അവർ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയായി കഴിഞ്ഞാലും കുറച്ച് പന്തുകൾ, പല നിറത്തിലുള്ള പന്തുകൾ ഒരു പെട്ടിയിലിട്ടതിന് ശേഷം അതിൽ നിന്ന് നമ്മളിങ്ങനെ വാരി എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന നിറങ്ങളെല്ലാം തന്നെ അതിൽ കാണും. അത് എത്ര തവണ വാരി കഴിഞ്ഞാലും ഇതേ നിറങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരേ സെറ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് വേണ്ടതെങ്കിൽ അതിൽ ജനാധിപത്യ രീതിയിലത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം അവിടെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും താഴെ തട്ടിൽ തന്നെ നടക്കണം. അതല്ലാതെ അവിടെ സമവായം വഴി നമ്മൾ ആളെ എടുക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം വരുന്നുണ്ടോ? നാളെ ഒരുപക്ഷെ നമ്മൾ അങ്ങനെയും കേട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ഭരണഘടനയിൽ പാർട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ ആ രീതിയിലത്തേക്കുള്ള ട്രാൻസ്പെറന്റ്, ഫെയർ, ഫ്രീ ഇലക്ഷൻസ് അവിടെ നടന്ന് ഓരോ മണ്ഡലങ്ങളിൽ ഫ്രം ഗ്രൗണ്ട് അപ്പ് അവർക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചാൽ ഒരുപക്ഷെ സമൂലമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകും. അങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ആ മാറ്റം എല്ലാ നേതൃമണ്ഡലങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അതിപ്പോൾ മണ്ഡലം ലെവലിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള, ഏറ്റവും കൂടുതൽ പ്രവർത്തകർക്ക് താല്പര്യമുള്ള അങ്ങനെയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ നല്ല വിഷനുള്ള, നല്ല ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചാൽ ആ ആൾക്കാരുടെ പ്രവർത്തന രീതി കൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നടപ്പാകും. അതല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ പെട്ടിയിൽ നിന്ന് പല നിറത്തിലുള്ള പന്തുകൾ എടുത്ത് വെക്കുന്നത് പോലെ മാത്രമുള്ള ഒരു എക്സസൈസ് ആയി പോകും. അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, പല തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നോ യാതൊരു വിധത്തിലുള്ള പെർഫോമൻസും ഇല്ലാത്ത പല സ്ഥാനാർത്ഥികളും വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പറയുന്ന സമയത്ത് തന്നെ അവിടെയുള്ള സ്ഥാനാർത്ഥിയെ പറ്റി അവിടെയുള്ള പാർട്ടിയുടെ ആൾക്കാർ, മറ്റുള്ള ആൾക്കാരെ വിട്ടേക്കൂ, മാധ്യമങ്ങളെ വിട്ടേക്കൂ, വ്യക്തികളെ വിട്ടേക്കൂ, അവിടെ പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ, ദേശീയ കൗൺസിൽ അംഗം, അല്ലെങ്കിൽ അവരുടെ അവർ ഭരിക്കുന്ന കോർപ്പറേഷനിലെ അധ്യക്ഷ, ഈ തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് എലമെന്ററി പ്രശ്നം എന്ന് പറയുന്നത് അവിടെയാണ്. അത് തീരുമാനിക്കുന്ന ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഈ കേന്ദ്രത്തിലേക്ക് അതിനെ നിർദ്ദേശിക്കുന്ന ആൾക്കാർ, ആ ആൾക്കാർ ആരാണ്? അത് പഴയ സിസ്റ്റം തന്നെയാണ് എങ്കിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ശരി. എനിക്ക് ഓക്കെ, ശരി ശ്രീചന്ദ് തിരിയെത്താം.